195 കോടി രൂപ കൊടുത്ത് PMSSY ബ്ലോക്ക് ആരംഭിച്ചു. അതിൽ 700 തസ്തികകളാണ് വേണ്ടത്. ഒരു തസ്തിക പോലും സൃഷ്ടിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഇവിടെ സർജിക്കൽ കിറ്റ് ഇല്ല, ഇവിടെ ഡോക്ടർ ഇല്ല, ഇവിടെ ഒരു സംവിധാനവും ഇല്ല. ഈ 25,000 രൂപ പാവപ്പെട്ട രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത് ഇവിടെ താൽക്കാലിക നിയമനം നടത്തണം. ആ അജണ്ട മുഹമ്മദ് റിയാസും ഇവിടുത്തെ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ്, സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ്. നല്ല 1.5 മീറ്റർ നീളമുള്ള നാക്കുകൊണ്ട് രാവും പകലും ഇങ്ങനെ കെട്ടി ഘോഷിക്കുന്ന വ്യാജ പ്രചരണമാണ് എന്ന് കഴിഞ്ഞ ദിവസം തെളിഞ്ഞിരിക്കുന്നു. നമസ്കാരം. ചരിത്രത്തിലില്ലാത്ത വിധം അനാസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യരംഗമാകെ വലിയ രീതിയിലുള്ള അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് കേവലം കെട്ടുകാഴ്ച മാത്രമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് BJP ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് ജില്ലാ BJP അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉണ്ട്. ചേട്ടാ, എന്തൊക്കെയാണ് കോഴിക്കോട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല 1.5 മീറ്റർ നീളമുള്ള നാക്കുകൊണ്ട് രാവും പകലും ഇങ്ങനെ കെട്ടി ഘോഷിക്കുന്ന വ്യാജ പ്രചരണമാണ് എന്ന് കഴിഞ്ഞ ദിവസം തെളിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകേണ്ടതില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലാണ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ 5 ജില്ലകളിലെ ആശ്രയ കേന്ദ്രമാണ്. ഈ ആശ്രയ കേന്ദ്രത്തിൽ നിങ്ങൾ ഈ കാണുന്ന 96-ൽ കൊടുത്ത ബ്ലോക്കാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ വരെ ഇന്നേ വരെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല, ഒരു പുതിയ തസ്തിക സൃഷ്ടിച്ചിട്ടില്ല. 195 കോടി രൂപ കൊടുത്ത് PMSSY ബ്ലോക്ക് ആരംഭിച്ചു. അതിൽ 700 തസ്തികകളാണ് വേണ്ടത്. ഒരു തസ്തിക പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോ ഈ തീപിടിച്ചപ്പോ, കാഷ്വാലിറ്റിക്ക് തീപിടിച്ചപ്പോ 150 പേരെ ഒരു ഏജൻസി വെച്ച് നിയമിക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ പറയുന്നത്, ആദ്യം ഇവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർ വേണം, ഇവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫ് വേണം, ഇവിടെ മരുന്ന് വേണം, ഇവിടെ ശസ്ത്രക്രിയ നടത്തണം. ഇവിടെ ചെയ്യുന്നത്, ഒരു ആക്സിഡന്റ് പറ്റി ഒരാളുടെ ഫ്രാക്ചർ കേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും കാലിന് നീരുണ്ട്, അതുകൊണ്ട് 1 മാസം കഴിഞ്ഞാലേ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഇവിടെ സർജിക്കൽ കിറ്റ് ഇല്ല, ഇവിടെ ഡോക്ടർ ഇല്ല, ഇവിടെ ഒരു സംവിധാനവും ഇല്ല. രോഗികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചെയ്യേണ്ട സർജറി പോലും 2-3 മാസം അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സമീപനം. ഇവിടെ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നിന്നുള്ള ഒരു ആക്സിഡന്റ് രോഗി കയ്യും കാലും മറ്റു തൂങ്ങിയിരിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു ഷീറ്റാ സർജിക്കൽ കിറ്റിന്. നോക്കൂ നിങ്ങൾ, ഒരു അത്യാഹിത വിഭാഗത്തിൽ ജീവൻ നിലനിർത്താനുള്ള ഒരു സർജറിക്ക് പോലുമുള്ള സർജിക്കൽ കിറ്റ് ഈ ആശുപത്രിയിൽ ഇല്ല. രണ്ടാമതൊന്ന്, ഈ ആശുപത്രിയിൽ നിരന്തരമായി ചികിത്സാ പിഴവുകൾ വരുന്നു. ഇവിടെ ഒരു രോഗിയെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു, 30,000 രൂപ ബില്ല്. അപ്പൊ ഡിസ്ചാർജ് ചെയ്തപ്പോ ഇവിടെ നിന്ന് DSAയുടെ ഓഫീസിൽ നിന്ന് പറയാം, ഒരു 6,000 രൂപ ഡോക്ടർ തന്ന ബഡ്ജറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, 36,000 രൂപയായിട്ടുണ്ട്, 6,000 രൂപ അഡീഷണൽ അടക്കണം. ഇതാണ് ഇവിടെ ആശുപത്രിയുടെ അവസ്ഥ. 2 മാസമായി ഈ 195 കോടി രൂപ ചെലവഴിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ PMSSY ബ്ലോക്കിലെ കാഷ്വാലിറ്റിക്ക് തീപിടിച്ചിട്ട് ഇന്നേ വരെ അത് തുറന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്ക്. ഇവിടെ ഇപ്പൊ നടക്കുന്ന താൽക്കാലിക കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴും. ഇടുങ്ങിയ റൂമുകൾ, ആള് തിക്കും തിരക്കും, ഏത് സമയത്തും കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ തന്നെ ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്നോ, ജില്ലാ കലക്ടർക്കും സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കൂട്ടിരിപ്പുകാരെ അല്ലെങ്കിൽ രോഗിയെ കാണാൻ പോകുന്നവർ 50 രൂപയാക്കണം. അതിന് പറഞ്ഞ ന്യായീകരണം എന്താണെന്നോ, ഈ കൂടുതൽ ആൾക്കാർ വന്നാൽ ചെരുപ്പിൽ നിന്ന് ചളിയായി അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പോലും. ഞങ്ങൾ ജില്ലാ കലക്ടറോട് ചോദിച്ചു, 50 രൂപ കൊടുത്താൽ ചെരുപ്പിൽ ചളി ഉണ്ടാവില്ലേ? അപ്പൊ ഒരു ദിവസം ഒരു 500 പേര് രോഗികളെ കാണാൻ വന്നാൽ 25,000 രൂപയായി. ഈ 25,000 രൂപ പാവപ്പെട്ട രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത് ഇവിടെ താൽക്കാലിക നിയമനം നടത്തണം. ഇതിനു വേണ്ടിയുള്ള പരിശ്രമ. ഇവിടെ തറയിൽ കിടക്കുന്ന രോഗികൾ കലക്ടർക്ക് പ്രശ്നമല്ല, ഇവിടെ മരുന്നില്ലാത്തത് പ്രശ്നമല്ല. എല്ലാവരും കണ്ടൽ ഇന്നത്തെ പത്രത്തിൽ കേരള ഗവൺമെന്റ് കൊടുക്കാനുള്ള 250 കോടി രൂപയിൽ ഭാഗികമായിട്ട് ഇപ്പൊ കൊടുക്കുമെന്ന്. അപ്പൊ ആരാണ് ഈ ആശുപത്രിയെ തകർത്തത്? ഇവിടെ CPIMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു ലെറ്റർ കൊടുത്താൽ ഇവിടെ 150 പേരെ ഇപ്പോ നിയമിക്കും. അതിന്റെ ഒരു ഏജൻസിയെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കലക്ടർ മുന്നിൽ പറഞ്ഞു, ഒരു ഏജൻസി ഇവിടെ നിയമിക്കില്ല. PSCയിൽ 1-ാം നമ്പർ വിദ്യാർത്ഥികൾ, മിടുക്കരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന്
BSc നേഴ്സിംഗ് കഴിഞ്ഞവരൊക്കെ നല്ലോണം ഉണ്ട്. നേഴ്സിംഗിന്റെ ജില്ലാ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്നല്ലാതെ ഒരു നിയമനം ഇവിടെ നടക്കില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാവപ്പെട്ട രോഗികളാണ് വരുന്നത്. അവരെ മിംസിലേക്കും ബേബിയിലേക്കും അയക്കുന്നവരുടെ അജണ്ടയുണ്ട്. ആ അജണ്ട മുഹമ്മദ് റിയാസും ഇവിടുത്തെ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ്, സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഈ ചൂഷണത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിനെ ഞങ്ങൾ വിമുക്തമാക്കും. അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടം ഞങ്ങളുടെ BJP യുടെ ഭാഗത്തുനിന്നുണ്ടാകും.